നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാവിത്രി, രസകരമായ ചില സംഭവ പരമ്പരകൾ ഇവിടെ അരങ്ങേറുക. അതൊന്ന് പറയാനാ ഞാനിപ്പോ ഇന്ദ്രജയെ വിളിച്ചത്. രസകരമായ കാര്യങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും ഞാനിവിടെ കാതോർത്തിരിക്കല്ലേ. സാവിത്രി എന്താന്ന് വെച്ചാ വേഗം ഇങ്ങ് പറ. പരോളില് വന്ന് ഇവിടെ പമ്മി കഴിയുന്ന ഏകാന്ത കാമുകന്റെ ചില കാര്യങ്ങൾ പറയാനാ ഉള്ളത്. അയാളിപ്പോ വല്ലാത്ത പൊസസീവില്. പൊസസീവ് ആണെന്നോ? ആരുടെ കാര്യത്തിൽ? അത് പിന്നെ പറയാനുണ്ടോ? നമ്മുടെ കഥാനായികയുടെ കാര്യത്തിൽ തന്നെ. കഥാനായികയ്ക്ക് പുതിയൊരു കഥാനായകൻ കൂടി വന്നിട്ടുണ്ട്. അതാരാ? കുട്ടിക്കാലത്തെ ഒരു കളിത്തോടനാണത്രേ. പണ്ട് മണ്ണപ്പൻ ചുട്ടും ശീമക്കൊന്നയുടെ ഇല പറിച്ചും കറി വെച്ച് കളിച്ചും നടന്നവര്. കൊറേ കാലത്തിന് ശേഷം ഇപ്പോഴാണത്രേ കണ്ടുമുട്ടുന്നത്. സംഗതി കൊള്ളാലോ. ഒരു പൈങ്കിളി കഥ പോലെ വളരെ റൊമാൻറ്റിക് ആണല്ലോ. അവനിപ്പോ വലിയ കോടീശ്വരനായ ബിസിനസ്സുകാരനാ. അവന്റെ ബിസിനസ്സിൽ മ്യൂറൽ പെയിന്റിംഗും കൂടി ഉൾപ്പെടുത്തി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാ ഇവരുടെ പദ്ധതി. അല്ല, അവന്റെ ബിസിനസ് എന്താ? അവന് വലിയൊരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയുണ്ട്. അതിലിവിടുത്തെ മ്യൂറൽ പെയിന്റിംഗും കൂടി കൂട്ടിച്ചേർത്ത് സംഗതി ഒന്ന് പരിഷ്കരിക്കും. അത് കൊള്ളാം. പഴയ കളിത്തോഴൻ രംഗപ്രവേശം ചെയ്തതോടെ ജയരാമ കാമുകൻ മൊത്തത്തിൽ ഔട്ടാകുന്ന ലക്ഷണമാ കാണുന്നത്. ഔട്ടാവണം സാവിത്രി. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ സംഭവിക്കണം. നിഷ്കളങ്കയും ശുദ്ധപാവവുമായ എന്റെ മാധുരിയെ നീചമായി കൊന്നുകളഞ്ഞ ദുഷ്ടനാവൻ. മാധുരി നിഷ്കളങ്കയും പാവൊന്നുമല്ല. അവളൊരു മാരക വിഷമായിരുന്നു. അവക്ക് അർഹിച്ച ശിക്ഷ കിട്ടുകയും ചെയ്തു. അക്കാര്യം പറഞ്ഞ് ഞാൻ ഇവളുമായിട്ടൊരു വഴക്കിനില്ല. ഇവളെ കൂടെ നിർത്തേണ്ടത് എന്റെ ആവശ്യം. ഹലോ ഹലോ. അവൻ അനുഭവിക്കണം. അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ഈ നന്ദിനിയാ. പ്രേരണാ കുറ്റം. അതുകൊണ്ട് ആദ്യം ശിക്ഷിക്കപ്പെടേണ്ടത് അവളാ. അതെ, അവള് ജയരാമ കാമുകനെ പുറംകാലിന് തൊഴിച്ചുകൊണ്ട് ഇന്റീരിയർ ഡിസൈനറുടെ കൂടെ പുറകെ പോയിരിക്കുക. സത്യം. ഏതോ മെറ്റീരിയൽസ് വാങ്ങാനാ രണ്ടുപേരും കൂടെ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ തീർക്കാൻ നല്ലൊരു അവസരമാണല്ലോ കിട്ടിയിരിക്കുന്നത്. അവള് എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വല്ല ഇരുമ്പ് കടയിലോ പെയിന്റ് കടയിലോ കാണും. എങ്കിൽ എന്റെ നായട്ടുകാരെ 4-5 പേരെ ഞാൻ അങ്ങോട്ട് വിടാം. സാവിത്രി ഒന്ന് ഫോൺ വെച്ചേ. നമുക്കിങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ പറ്റൂ. കൃത്യം അവള് ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.